ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കൊമേഴ്സ് ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 7 ടിപ്സുകളിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ എക്സാമ്പിൾ ഇതിപ്പോൾ 2 കുട്ടികളുടെ ആൻസർ ഷീറ്റാണെന്ന് വിചാരിക്കുക. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് നല്ല ഹാൻഡ് റൈറ്റിങ്ങിന് എഴുതുന്ന കുട്ടിയുടെ ആൻസർ ഷീറ്റ്, മറ്റേത് ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിന് എഴുതുന്ന ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റ്. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ നിങ്ങളൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ഇതിലേതിനാണ് നിങ്ങൾ മാർക്ക് കൊടുക്കുന്നത്? ഫസ്റ്റ് വണ്ണിനായിരിക്കും. കാരണം നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, നീറ്റാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിനായിരിക്കും മാർക്ക് പോകുന്നത്. ഇനി രണ്ടാമത്തേന് എന്താണ് പ്രശ്നം? ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അതുപോലെ തന്നെ ഓരോ വേർഡ്സും വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കുറേ വെട്ടും കുത്തുമൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് ഒരു കുട്ടിയുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കുട്ടികൾ സെയിം ആൻസർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, സെയിം വേർഡ്സ്, സെയിം സെൻറ്റൻസ് എല്ലാം സെയിം ആണ്. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ ഒരു ടീച്ചറിന് തോന്നണം ഇത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് ടീച്ചറിന് തോന്നണം. എങ്കിൽ മാത്രമേ ടീച്ചർ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും അതിന് ഫുൾ മാർക്ക് ഇട്ട് തരാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? കുറേ ടൈം എടുക്കണം അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അത് ഈ കുട്ടി കറക്റ്റ് ആൻസറാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. അല്ല ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേനും വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ചില ടീച്ചേഴ്സ് സമയത്തിൻ്റെ കുറവുകൊണ്ട് ചിലപ്പോൾ അത് വായിക്കാതെ പോലും അത് വെട്ടിട്ടെന്ന് വരും. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാക്കാൻ ശ്രമിക്കണം. അടുത്തത് പ്രോപ്പർ നമ്പറിംഗ് ആണ്. നമ്പറിങ് ഉറപ്പായിട്ട് നമ്മുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പല കുട്ടികളും തെറ്റിക്കാറുള്ള കാര്യമാണ് ഈ നമ്പർ തെറ്റിക്കുക എന്നുള്ളത്. അതായത് ടെൻഷൻ അടിച്ച് എഴുതുമ്പോഴത്തേനും പല ക്വസ്റ്റിനും നമ്പർ എഴുതാൻ വിട്ടുപോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസറാണ് എഴുതിയെങ്കിൽ പോലും ടീച്ചേഴ്സിന് ഒരു മാർക്ക് പോലും അവിടെ ഇടാനായിട്ട് പറ്റാതെ വരും. അപ്പം എഴുതുമ്പം കൃത്യം നമ്പർ ഇട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ നമ്പർ ഇടുമ്പോഴത്തേക്കിനും അത് മാർജിൻ്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സയൻസ് ആണ് ആ സബ്ജക്റ്റ്, ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ആനിമൽ എന്നുള്ളത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നമ്പർ ഞാൻ മാർജിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സബ്സെക്ഷനാണ് എ, അതും മാർജിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1 എഴുതി അതിൽ നിന്ന് കുറച്ച് നീക്കിയാണ് എഴുതിയിരിക്കുന്നത്, സബ്സെക്ഷൻ ആണെന്ന് അറിയാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ആൻസർ കാർണിവോറസ് എന്ന് എഴുതി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2 3 എഴുതി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ക്വസ്റ്റ്യൻ്റെ നമ്പർ ഈ ആൻസർ എഴുതുന്ന ഭാഗത്ത് എഴുതരുത്. അതിന് പകരം മാർജിൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. ഇനി ആൻസറിന് സബ് പോയിൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് 1 2 3 എന്ന് വല്ല നമ്മൾ പോയിൻറ്റ്സ് എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ABCD എന്ന് വല്ല പോയിൻറ്റ്സ് എഴുതുന്നുണ്ടെങ്കിൽ അത് ആൻസർ എഴുതുന്ന ഭാഗത്തും ക്വസ്റ്റ്യൻ്റെ നമ്പർ മാർജിൻ കോളത്തിലും ഉള്ളിലുമായിരിക്കണം എഴുതേണ്ടത്. തേർഡ് വൺ ഈസ് മാർജിൻ. ഒരു മാർജിൻ വരച്ച് നമ്മൾ ആൻസർ എഴുതുന്നതും മാർജിൻ വരയ്ക്കാതെ ആൻസർ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മാർജിൻ വരച്ച് എഴുതിയാൽ മാത്രമേ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ എഴുതുന്ന ആൻസറിന് ഒരു ഭംഗി വേണമെങ്കിൽ മാർജിനൊക്കെ വരച്ച് എഴുതണം. അതുപോലെ തന്നെ ഒരു ടീച്ചർ ഒരു ആൻസർ നോക്കുമ്പോഴത്തേക്കിനും മാർജിനൊക്കെ വരച്ചൊക്കെ എഴുതിയേക്കുന്നതെന്ന് തോന്നുമ്പോൾ ടീച്ചറിന് ഒരു ഇമ്പ്രഷൻ ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ് എന്നൊരു ഇമ്പ്രഷൻ കിട്ടും. എന്നാൽ മാർജിനൊന്നും വരയ്ക്കാതെ തോന്നുന്ന പോലെ അത് ചുമ്മാ അങ്ങ് എഴുതി അങ്ങ് വെക്കുക. കാരണം അവിടെ ഒരു ഓർഡർ വരുന്നില്ല. ആൻസർ കൃത്യം അതിനൊരു ഓർഡർ വരുന്നില്ലെങ്കിൽ അപ്പോൾ ആ ടീച്ചർ വിചാരിക്കും ഈ കുട്ടി അങ്ങനെ വലിയതായിട്ട് പഠിക്കത്തൊന്നുമില്ല എന്നൊരു ഇമ്പ്രഷൻ അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവർ മാർക്ക് ഇടുമ്പോഴൊക്കെ അത് ചിലപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു വരാം. അതുകൊണ്ട് മാർജിനൊക്കെ വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാർജിൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഒരിക്കലും പേപ്പർ മടക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പേന വെച്ച് വരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് മാത്രം വരയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ക്യാരക്ടർ കൂടിയാണ് അവിടെ തെളിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് കൂടാനായിട്ടും അവിടെ ഒരു ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് യൂസ് പെൻസിൽ ആൻഡ് സ്കെയിൽ. ഞാനിപ്പോൾ പറഞ്ഞു, മാർജിൻ വരയ്ക്കാനാണെങ്കിലും ഏതെങ്കിലും ഡയഗ്രാംസ് വരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചു, അപ്പോൾ ഒരു ആരോ മാർക്ക് വരയ്ക്കാനാണെങ്കിലും ഉടനെ എടുത്ത് പേന എടുത്ത് വരയ്ക്കരുത്, ഒരു പെൻസിലെടുത്ത് വരയ്ക്കുക. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പെൻസിൽ സ്കെയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ബോക്സ് വരയ്ക്കാൻ, ഇപ്പോൾ അക്കൗണ്ടൻസിക്കൊക്കെ നമ്മൾ ലെഡ്ജറൊക്കെ എഴുതുമ്പോൾ ബോക്സ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ല ചുമ്മാ ഹെഡിങ്സ് എഴുതി ചുമ്മാ അതിൻ്റെ താഴെ ആൻസർ എഴുതാതെ
കൃത്യം ബോക്സിലൊക്കെ ആക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റ് നല്ല വൃത്തിക്കിരിക്കും. ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ പോലും ഈ ലൈനൊക്കെ വൃത്തിയായിട്ട് വരച്ച് എഴുതുമ്പോഴത്തേക്കിനും നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ പ്രത്യേക ഒരു ഇംപ്രഷനാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഡയഗ്രാംസ്. ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേനും അവരുടെ ആൻസേഴ്സ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് അട്രാക്റ്റീവായിട്ട് ടീച്ചേഴ്സിന് തോന്നും. ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സബ് ഡിവിഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുമ്മാ 1, 2, 3 എഴുതിയിട്ട് എഴുതാതെ ഡയഗ്രാംസിലാക്കി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. കുറച്ചും കൂടെ മാർക്ക് അവിടെ എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡയഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയമുള്ള പോലെ ചെയ്യാവുള്ളൂ. സമയം കിട്ടില്ല, ഡയഗ്രാം വരച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സമയമൊക്കെ നോക്കി വേണം ഡയഗ്രാം ഒക്കെ വരയ്ക്കാനായിട്ട്. അടുത്തതെന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുന്നത് നമ്മൾ എവിടേക്കാണ്? ഹെഡിങ്സിന് അണ്ടർലൈൻ ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എഴുതുന്ന ആൻസറിനകത്ത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നോക്കുന്ന ടീച്ചേഴ്സിന് അത് എളുപ്പമായിരിക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് നോക്കുമ്പോഴത്തേന് എല്ലാ ലൈൻസും അവർക്ക് വായിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവർ ചിലപ്പം നമ്മൾ എഴുതിയ മെയിനായിട്ടുള്ള കാര്യം വായിക്കാതെ വിട്ടുപോയെന്ന് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് ടീച്ചേഴ്സിന് പെട്ടെന്ന് അത് കാണാൻ പറ്റും. കാണുമ്പോൾ എന്ത് ചെയ്യും? അവർ ഈ മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അവരതിന് മാർക്ക് ഇട്ട് തരും. ഇവിടെ തന്നെ ഒരു എക്സാമ്പിളുണ്ട്, നോക്കിക്കേ. ടോട്ടൽ ഇൻകം എന്താണെന്നാണ് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് എഴുതി ഒരു അണ്ടർലൈൻ കൊടുത്തു. അടുത്തത് അതിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. ഡെഫിനേഷൻ എഴുതിനകത്ത് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നതിനാണ് ടോട്ടൽ ഇൻകം എന്നാണ് പറയുന്നത്. അപ്പം ആ ഡിഡക്ഷനാണ് അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ്. അപ്പം 80C മുതൽ 80U വരെയുള്ള ഭാഗം എന്ത് ചെയ്തു? അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ ഒരു ടീച്ചർ നോക്കുമ്പോൾ എന്താണ് മെയിൻ പോയിൻ്റ്? എന്നാണ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ്. അപ്പോൾ അതിപ്പോൾ ടീച്ചേഴ്സിന് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്കവിടെ പോയിൻ്റ് വീണു. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ആൻസേഴ്സിൽ നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് തോന്നുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് കൂട്ടാനായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് അത് മാറും. അടുത്തെന്ന് പറയുന്നത് യൂസ് ലോങ് ലൈൻസ്. ഇത് എല്ലാ ആൻസേഴ്സിനും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം ഒരു വേർഡൊക്കെ എഴുതാനുള്ള ആൻസർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ലോങ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ലോങ് ആൻസേഴ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ, അതായത് ഒരു ഹാഫ് പേജ് അല്ലെ 1 പേജ് അതിൽ എക്സ്ട്രാ ഒക്കെ എഴുതുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു? ലോങ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ മറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനെ ഡിഫറെൻ്റ് ആക്കും. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും തമ്മിൽ ഒരു ലോങ് ലൈൻ നടുക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സ് നോക്കുമ്പോഴത്തേനും അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെച്ചാൽ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഒരുമിച്ച് എഴുതി വെച്ചാൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഒരു ലോങ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, അതായത് മാർജിനുള്ളിലോട്ട് വരയ്ക്കേണ്ട, മാർജിൻ ഇല്ലാത്ത ഭാഗത്തോട്ട് ഒരു ലോങ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ആൻസർ 1 കഴിഞ്ഞ ഒരു ലോങ് ലൈൻ വരച്ചു, ആൻസർ 2 ഇൻ ലോങ് ലൈൻ. 1 വേർഡ് ആൻസേഴ്സ് ആണെങ്കിൽ ലോങ് ലൈൻ വരയ്ക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ 7 കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. എന്നിട്ട് വൃത്തിയായിട്ട് പഠിക്കുകയും ചെയ്തു ഈ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ 7 കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.